നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനയുടെ അടുത്ത മത്സരം ഈ മാസം 14 അങ്കോളയ്ക്കെതിരെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അർജന്റീനയുടെ ട്രെയിനിങ് ഇപ്പോൾ സ്പെയിനിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്കോളയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് അർജന്റീനയുടെ ചില സൂപ്പർ താരങ്ങൾ പുറത്തായി. ഒന്ന് എൻസോ ഫെർണാണ്ടസ് ആണ്. അദ്ദേഹത്തിന് പരിക്കിൻ്റെ കാരണം അദ്ദേഹം സ്ക്വാഡിൽ ചേരില്ലെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം ഒഫീഷ്യലി അത് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അത് കൂടാതെ 3 പേര്, അതാണ് വിചിത്രമായിട്ടുള്ള കാരണം. നാഹുൽ മൊളീന, ഹുലിയൻ അൽവാരസ്, ഹുലിയാനോ സിമയോണി, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ 3 താരങ്ങൾ. ഈ 3 പേരെ ഇപ്പോൾ ഈ മത്സരത്തിനുള്ള സ്ക്വാഡിൽ നിന്ന് ലെഫ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പരിക്കുണ്ടോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നം വിചിത്രമാണ്. അങ്കോളയിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ വാക്സിൻ എടുക്കണം. യെല്ലോ ഫീവറിനെതിരെയുള്ള വാക്സിൻ എടുക്കണം. അത് ഇൻ ടൈമില്ല വാക്സിൻ എടുത്ത് അതിൻ്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഈ 3 താരങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് 3 താരങ്ങളെ അങ്കോളയിൽ ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഒഴിവാക്കിയിരിക്കുന്നു. എഫെക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത്. അതായത് ഒരു സ്പെഷ്യൽ വാക്സിൻ എടുക്കേണ്ട രാജ്യത്തേക്കാണോ, അവിടെയാണോ അർജന്റീനയ്ക്ക് ഇപ്പോൾ എഫ് ഫ്രണ്ട്ലി മത്സരം ഒരുക്കി കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. കാരണം ഈ രോഗം അവിടെ വലിയ രൂപത്തിൽ പരക്കുന്നത് തടയാനാണല്ലോ വാക്സിൻ. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണോ നമ്മുടെ താരങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന ചോദ്യമാണ് അർജന്റീൻ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ 3 പേര്, നാഹുൽ മൊളീനയും ഹുലിയൻ ആൽവരസും ഹുലിയാനോ സിമയോണിയും അർജന്റീന ക്യാമ്പിൽ ട്രെയിനിങ്ങിനും മറ്റുമൊക്കെ ഉണ്ടാവാം. പക്ഷേ സ്ക്വാഡിനോടൊപ്പം ലുവാണ്ടയിലേക്ക്, അങ്കോളയുടെ തലസ്ഥാനമായ ലുവാണ്ടയിലേക്ക് ട്രാവൽ ചെയ്യില്ല. അവർ ഈ മത്സരം കളിക്കുകയുമില്ല. കാര്യമാണ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓൾറെഡി ചെറിയ പ്രശ്നങ്ങൾ അർജന്റീനയുടെ ഈ സ്ക്വാഡ് നേരിടുന്നുണ്ട്. കാരണം അവരുടെ ഡൊമസ്റ്റിക് ലീഗിൽ കളിക്കുന്ന താരങ്ങളെ സ്ക്വാഡിലേക്ക് എടുക്കാൻ സ്കലോനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് ആ താരങ്ങളെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ എടുത്ത താരങ്ങൾക്ക് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ട്രാവൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഏതായാലും അലക്സിസ് മാക്കലിസ്റ്ററുടെ ജ്യേഷ്ഠൻ കെവിൻ മാക്കലിസ്റ്ററൊക്കെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. അത് ഒഫീഷ്യലി അറിയിച്ചിട്ടുമുണ്ട്. നമ്മൾ രാവിലെ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ നോക്കുക, മാർക്കോസ് അക്യൂഞ്ഞ, ഗോൺസാലോ മൊണ്ടീല്, ലൗട്രോ റിവേറോ, ഫെക്കുണ്ടോ കമ്പസസ് തുടങ്ങിയവരൊക്കെ കഴിഞ്ഞ കുളപ്പിലുണ്ടായിരുന്നു. അവരൊന്നും ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിലേക്കില്ല. അവർക്ക് നാട്ടിൽ കളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരില്ല. വിളിച്ചവരാണെങ്കിൽ വാക്സിൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകാനും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലാണ്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.